കോഴിക്കോട് വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ മന്ത്രി കെ രാജൻ ഇവിടെ സ്ഥലം സന്ദർശിക്കുകയാണ്. വയനാടിന് സമാനമായ എന്നാൽ അത്രത്തോളം അപകടം ഇല്ലാതിരുന്ന ഒരു ദുരന്തം ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മന്ത്രിക്കും ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല? കാണുമ്പോൾ തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. ആ സംഭവം ഉണ്ടായ ഉടനെ തന്നെ MLA-യും കളക്ടറും എല്ലാം ഞങ്ങളെ ബന്ധപ്പെട്ടിരുന്നു. നമുക്ക് പരമാവധി ഇനി ചെയ്യാനാകുന്നത് ചെയ്യുക. ആകെയുള്ള സമാധാനം കാഷ്വാലിറ്റികൾ ഏറെ ഉണ്ടായില്ല എന്നുള്ളതാണ്. കാഷ്വാലിറ്റികൾ ഇല്ലാത്തത് ദുരന്തത്തിന്റെ അളവിന്റെ കുറവ് കൊണ്ടല്ല, ആ കാഷ്വാലിറ്റികളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മാറാൻ വേണ്ടി ആളുകൾക്ക് സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഈ മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾ സമഗ്രമായിട്ടൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കി എങ്ങനെയാണ് അതിനെ മറികടക്കാൻ കഴിയുന്നത് എന്ന് കൂട്ടായി ചിന്തിക്കുക. അങ്ങനെയാണ് ദുരന്ത മുഹൂർത്തത്തിൽ കേരളം കാണിക്കുന്ന ഒരു 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 പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യത്തിൽ ആവശ്യമായ നടപടികളെടുക്കും. വിലങ്ങാട് ഒറ്റയ്ക്കാവില്ല. വിലങ്ങാടിനോടൊപ്പം കേരളമുണ്ട്, കേരളത്തിലെ ഗവൺമെൻറ് ഉണ്ട്. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 99 പേരുടെ ഗവൺമെൻറ് അല്ല, 140 പേരുടെ ഗവൺമെൻറ്റാണ്. കേരളം മുഴുവൻ ഈ പ്രയാസത്തിൽ രാഷ്ട്രീയത്തിനതീതമായി കൂട്ടത്തിലുണ്ട്. വലിയ ദുരന്തമാണ് യഥാർത്ഥത്തിൽ. കാണുന്ന ഓരോ കാഴ്ചകളും അതിഭീകരമായിട്ടുള്ള ഒരപകടത്തിൻ്റെ വലിയ സൂചനകളാണ് നൽകിയിട്ടുള്ളത്. പക്ഷെ ഭാഗ്യത്തിന് ആളുകളെ ആ നേരത്ത് മാറ്റാൻ പറ്റി എന്നുള്ളതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു. ഇനി രക്ഷപ്പെട്ട ഘട്ടത്തിലായി. ഇനി നമുക്ക് പുനഃസ്ഥാപനമാണ് നമ്മുടെ ആവശ്യം. പുനഃസ്ഥാപനത്തിൽ വലിയ കുറവുകളില്ലാത്ത വിധം നടപ്പിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ഇതുണ്ട്. ഇവിടെ ഹൈഡ്രോളജിസ്റ്റും ഹസാർഡ് അനലിസ്റ്റും ജിയോളജിസ്റ്റും സോയിൽ കൺസർവേറ്ററും ഉൾപ്പെടെയുള്ള ഒരു ഉന്നതതല സംഘം ഇവിടെ വന്ന് പരിശോധിച്ച് ഈ പ്രശ്നങ്ങളിൽ ഇനി ഇവിടെ തുടർന്നുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് നല്ലതുപോലെ ആലോചിക്കും. പല ആൾക്കാരും ഇപ്പോൾ പറയുന്നതും അത് തന്നെയാണ്. കാരണം ഇനി ഈ മേഖലയിൽ വാസം സാധ്യമാണോ എന്നുള്ളൊരു ചോദ്യം പല ഈ പറയുന്ന അപകടത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ളൊരു വിശദമായിട്ടുള്ളൊരു പഠനം വളരെ ആസൂത്രിതവും വളരെ ശ്രദ്ധേയവുമായ വിധത്തിലൊരു ഉന്നതതല സംഘം ഇത് ഈ ആഴ്ച തന്നെ അന്വേഷിച്ച് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഞങ്ങൾ ആവശ്യമായ ഉപദേശങ്ങൾ നൽകുക. കേവലമായ കേട്ടുകേൾവികളുടെയും നമ്മൾ തന്നെ ശാസ്ത്രജ്ഞന്മാരായി നടത്തുന്ന നിലപാടുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കില്ല. യഥാർത്ഥത്തിൽ കണ്ടുപഠിച്ച ഒരു സംഘത്തിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഒരാഴ്ചയുടെ സമയം ഉപയോഗിച്ചുകൊണ്ട് ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കും. ഇവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട്, കാരണം വീടുകളൊക്കെ ഒരുപാട് തകർന്നിട്ടുണ്ട്, പല വീടുകളിലും താമസയോഗ്യമല്ലാത്ത പ്രശ്നമുണ്ട്. അതിപ്പോൾ നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്, എല്ലാവർക്കും വീടും അത് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഉറപ്പാക്കുമെന്നുള്ള കാര്യം. അപ്പോൾ വിലങ്ങാടിനും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉറപ്പാക്കുന്ന ഒരു സമീപനം തന്നെ ഉണ്ടാവുമല്ലോ. വിലങ്ങാട് കേരളത്തിലാണല്ലോ, അതുകൊണ്ട് തന്നെ വേറെ പ്രയാസമില്ല. കർണാടകത്തിലല്ല, കേരളത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് വിലങ്ങാട് കേരളത്തിലാണ്, കേരളം വിലങ്ങാടിനോടൊപ്പമാണ്. ഈ ധാരണയുണ്ടായാൽ മതി. ഇത് പ്രത്യേകിച്ച് ഓരോ വീടുകളുടെ കാര്യവും ചോദിക്കണ്ട. നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതുണ്ടാവും. പക്ഷേ നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ എങ്ങനെയാണോ അവരുടെ ജീവിതം അതിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് പുനരധിവാസം കൊണ്ട് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രയാസവും ഉണ്ടാകേണ്ട കാര്യമില്ല. വിലങ്ങാട് കേരളത്തിലാണെന്ന ധാരണയോടുകൂടി വിലങ്ങാട്ടിലെ ജനങ്ങൾ ഉറച്ചു നിൽക്കുക. അസാമാന്യമായ പേടിയുണ്ടായാൽ പ്രയാസമാകും. ഞാൻ ഈ പുഞ്ചിരിമറ്റത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥലത്ത്, നിങ്ങൾ വന്നോന്ന് എനിക്കറിയില്ല, ഏറ്റവും ഉന്നതമായ സ്ഥലത്ത് ഞാൻ പോയി. അവിടെ പോയപ്പോൾ ചേനൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആദിവാസി ഉണ്ടായിരുന്നു. തേൻ ശേഖരിക്കുകയാണ് ആൾ. തേൻ ശേഖരിക്കുന്നിട്ട് അവിടെ നിന്ന് പോന്നിട്ടേ ഇല്ല. ആദ്യത്തെ ഈ ഉരുൾപൊട്ടലുണ്ടാകുന്നത് കേട്ടയാൾ ചേനനാണ്. ചേനൻ എന്നോട് പറഞ്ഞു, ഞാനിത് കേട്ട വഴിക്ക് ഈ ഭാഗത്ത് എല്ലാവരെയും പറഞ്ഞു വിട്ടു. 14 പേർ എൻ്റെ കുടുംബത്തിലെ തന്നെ പറഞ്ഞു വിട്ടു. ഞാനും ഭാര്യയും മാത്രം മുകളിലേക്ക് കയറിപ്പോയി. ഞാനും ഉണ്ട്, ശശീന്ദ്രൻ മിനിസ്റ്ററുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, അപ്പോൾ ഇത് കേട്ടപ്പോൾ ചേട്ടൻ പേടിച്ചില്ലേ എന്ന് ചോദിച്ചു. പേടിച്ചാൽ പിന്നെ ജീവിക്കാൻ പറ്റുമെന്നാണ് ആൾ ചോദിച്ച മറുപടി. അപ്പോൾ പേടിക്കണ്ട, ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ആ വിധത്തിൽ പോകാം. ജനങ്ങളോടെല്ലാം തന്നെ അത് തന്നെയാണ് സർക്കാരിനും മന്ത്രിക്കും പറയാനുള്ളത്. പേടിക്കേണ്ടതില്ല, സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സന്ദേശമായി സർക്കാർ പറയുന്നത്. എന്തായാലും വിലങ്ങാടിനൊപ്പം തന്നെ സർക്കാരുമുണ്ട് എന്നുള്ള പ്രഖ്യാപനമാണ് മന്ത്രി കെ രാജൻ വിലങ്ങാട് നിന്ന് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഗല്യാട്, ഇൻ റിപ്പോർട്ടർ, വിലങ്ങാട്.